ഹലോ, എല്ലാവർക്കും മണിക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. തൊട്ടരട്ടി. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ടല്ലേ? നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തൊട്ടരട്ടി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ആദ്യം തന്നെ 2 ഗ്ലാസ് പച്ചരിയാണ്. അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസോളം തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് തന്നെ ഉഴുന്നുപരിപ്പ്. പിന്നെ എടുത്തത് കടലപ്പരിപ്പാണ്. ഇതൊരു 6 7 എടുക്കുക. എരിവിനനുസരിച്ചിട്ട് ചുവന്ന മുളകാണ്. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരിക. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് ഒരു 8 മണിക്കൂർ കുതിർത്ത് വെക്കണം. അപ്പോൾ തലേ ദിവസം തന്നെ രാത്രി അത് കുതിർത്ത് വെച്ചോളൂ. 8 മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇതാ മുളകിൻ്റെ ആ ഞെട്ടിയൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയാം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഇതാ മിക്സിയുടെ ജാർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. ദോശമാവിൻ്റെ അതേ പരുവം തന്നെയാണ് കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തോളൂ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? ദോശമാവിൻ്റെ അതേ പരുവം തന്നെയാണ്. ഇതിതാ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ടേസ്റ്റ് അധികം തന്നെയായിരിക്കും കേട്ടോ. ഇത് ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിതാ നമുക്ക് ഫ്ലെയിം സിമ്മിൽ വെക്കുക. എപ്പോഴും അതായത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക്, ഇത് നോൺ സ്റ്റിക്ക് ആണ് കേട്ടോ, ഇതാ നമ്മുടെ മാവ് കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ എണ്ണ തൂക്കി കൊടുക്കാം. എണ്ണയോ നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തൂക്കി കൊടുക്കാം. 2 സൈഡ് ഇതുപോലെ നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഇത് നല്ല നൈസായിട്ട് പരത്താൻ പറ്റില്ല. നമ്മൾ ഉള്ളിയൊക്കെ ചേർക്കണതിൻ്റെ പേരിൽ കുറച്ച് കട്ടി ഉണ്ടാവും. ഇതാ തൊട്ടരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള മാവും കൂടെ ഉപയോഗിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ടൊമാറ്റോ ഒണിയൻ ചട്നിയാണ്. അതായത് തക്കാളിയും ഉള്ളിയും കൂടെ ഒരു പ്രത്യേക സ്റ്റൈലിൽ ഒരു അടിപൊളി ചട്നി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് മുമ്പ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. കാണാത്തവർ കാണാം കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ. ഇതാ കണ്ടില്ലേ? എത്ര കഴിച്ചാലും മതിയാവില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയണം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ തൊട്ടരട്ടി? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടപ്പെടും തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, മറക്കല്ലേ. ട്രൈ ചെയ്ത് നോക്കി, ടേസ്റ്റ് ചെയ്ത് നോക്കി അഭിപ്രായം പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മൂമ്മ സ്പെഷ്യലാണ്. പണ്ട് തൊട്ടേ എല്ലാവരും ഉണ്ടാക്കി വരുന്ന ഒരു ഡിഷാണിത്. പലരും പല രീതിയിൽ ഉണ്ടാക്കും കേട്ടോ. തൊട്ടരട്ടി പല സ്റ്റൈലിൽ ഉണ്ടാക്കും. വേറൊരു രീതിയിൽ ഉണ്ടാക്കുന്ന തൊട്ടരട്ടി ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവർ കാണാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കി അഭിപ്രായം പറയാം. ഇനി നമുക്ക് മണിക്കുട്ടൻസ് കിച്ചണിൽ ഇന്നത്തെ താരങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം. ഇന്ന് 2 പേരാണ് മണിക്കുട്ടൻസ് കിച്ചൺ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ആദ്യത്തേത് റവ ആപ്പം ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് സ്മിത സുരേഷ്, പെരിഞ്ഞനം, തൃശ്ശൂർ. താങ്ക് യു സ്മിത സുരേഷ്. അടുത്തത് കടലക്കറി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് സുനിത ജയൻ, കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ. താങ്ക് യു സുനിത. ഇനി നിങ്ങൾക്കും ഇതുപോലെ മണിക്കുട്ടൻസ് കിച്ചൺ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മണിക്കുട്ടൻസ് കിച്ചണ് അക്കൗണ്ട് ഉണ്ട്. ഫേസ്ബുക്ക് മെസഞ്ചർ വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ നിങ്ങൾക്ക് ഫോട്ടോകൾ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതായിരിക്കും. ഞങ്ങൾ അതെല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് മണിക്കുട്ടൻസ് കിച്ചന്റെ ഓരോ വീഡിയോസിലും അവയെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡില് വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ. താങ്ക് യു.